എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഈ ഒരു ചൂട് കാലത്ത് ഇതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ ചൂട് കൊണ്ട് നമ്മുടെ യൂറിനിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫെക്ഷനും മാറി യൂറിൻ നല്ല ക്ലിയർ ആവാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കണേ. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിത്യവും ഇതൊന്നും ഉണ്ടാക്കി കുടിച്ചു നോക്കണേ. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് 2 ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ അളവിൽ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളും കൂടുതലായിട്ട് എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ്സിനാണ് തയ്യാറാക്കുന്നത്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് മിക്സി ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങളാണ് കേട്ടോ. ഒരു പൈനാപ്പിളിന്റെ 1/4 ഭാഗമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കക്കിരിയാണ്. കക്കിരിയും ഞാനിതിലേക്ക് ചേർക്കുവാണ്. ഒരു ചെറുനാരങ്ങ നീര് കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് അരയാതെ പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തരക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കിതുപോലെയാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. നമുക്കിത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. ഞാനിപ്പോ ഇവിടെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു ഹെൽത്തി ജ്യൂസ് കുടിക്കാനും പോകുന്നത്. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് മധുരമൊക്കെ ചേർത്ത് കുടിക്കാനാണ് താല്പര്യമെങ്കിൽ മധുരം ചേർത്ത് നമുക്ക് ഇതൊക്കെ എല്ലാം അടിച്ചെടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് മധുരം ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്താണ് ഞാനിവിടെ കഴിക്കുന്നത്. ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർക്കും കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇനിയിപ്പോ ഈ ഒരു ചൂട് സമയത്ത് നിങ്ങളുടെ മൂത്രത്തിൽ വരുന്ന അണുബാധയെ ചെറുക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുക. വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി കഴിക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.